അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വുജൂഹുൽ തഹ്സീനുൽ കലാമിലെ രണ്ടാമത്തെ ഇനമാണ്. അതായത് നമ്മൾ പറഞ്ഞു, ഈ കലാമുകളെ ഭംഗിയാക്കുന്ന രീതി അത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മഅനവിയും ഒന്ന് ലഫ്ദിയും. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ചർച്ച ചെയ്തത് ആ മഅനവിയായ ഇനങ്ങളുടെ ചർച്ചയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇനമാവുന്ന ലഫ്ദി, വുജൂഹ് മുഹ്സനത്തുൽ കലാമിലെ ലഫ്ദിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക. അമ്മൽ ലർബു സാനിയിലെ രണ്ടാമത്തെ ഇനം അൽ ലഫ്ദിയു മിനൽ വുജൂഹിൽ മുഹസ്സനത്തിൽ കലാമി ഫമിൻഹുൽ ജിനാസു ബൈനൽ ലഫ്ദൈനി വഹുവ തശാബുഹുമാ ഫിൽ ലഫ്ദി ഐ ഫി തലഫ്ദി. അമ്മൽ ലർബു സാനി, അപ്പോൾ രണ്ടാമത്തെ ഇനം അൽ ലഫ്ദിയു ലഫ്ദിയാണ്. മിനൽ വുജൂഹിൽ മുഹ്സനത്തിൽ കലാമി, കലാമിനെ ഭംഗിയാക്കുന്ന വജുകളിൽപ്പെട്ട ലഫ്ദി. ഫമിൻഹു, അപ്പോൾ ആ ലഫ്ദിയിൽപ്പെട്ടതാണ് അൽ ജിനാസു, ജിനാസി എന്നത്. ബൈനൽ ലഫ്ദൈനി, രണ്ട് ലഫ്ദുകൾക്കിടയിൽ യോജിപ്പുണ്ടാവുക. വഹുവ, എന്താ ഈ ജിനാസും ബൈനൽ ലഫ്ദൈനി എന്ന് പറഞ്ഞാൽ? വഹുവ തശാബുഹുമാ ഫിൽ ലഫ്ദി ഐ ഫി തലഫ്ദി. മൊഴിയലിൽ, ഉച്ചാരണത്തിൽ രണ്ട് ലഫ്ദുകൾ സാദൃശ്യമാവലാണ്. വഹുവ, ജിനാസ് എന്ന് പറഞ്ഞാൽ തശാബുഹുമ, ആ രണ്ട് ലഫ്ദുകൾ തമ്മിൽ സാദൃശ്യമുണ്ടാവലാണ്. ഫിൽ ലഫ്ദി എന്ന ഫി തലഫ്ദി, മൊഴിയലിൽ. ഫയഖ്റുജു, അർത്ഥത്തിൽ രണ്ടും ഒരേ അർത്ഥമാ അല്ല ഉണ്ടാകുക, രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങൾക്ക് വന്നാൽ എന്നാൽ അതിൻ്റെ ഉച്ചാരണം ഒരേപോലെ ഉണ്ടാവും. അതിനാണ് ജിനാസ് എന്ന് പറയുക. ഫയഖ്റുജു തശാബുഹു ഫിൽ മഅന. അപ്പോൾ ലഫ്ദിൽ, മൊഴിയലിൽ അല്ലേ, ഉച്ചാരണത്തിൽ ഒരേപോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് മഅനയിൽ തശാബു വരുന്ന പുറത്തുപോയി. ഉദാഹരണം, നഹു അസദ് സബ്. അസദ് എന്ന് പറഞ്ഞാലും സബ് എന്ന് പറഞ്ഞാലും ഒരു ഇരപിടിക്കുന്ന ജീവി എന്നതിൻ്റെ അർത്ഥമുണ്ട്. മഅന രണ്ടിനും അങ്ങനെ ഉണ്ട്. അപ്പോൾ രണ്ടും മഅനയിൽ ഒന്നാണ്, പക്ഷേ അത് രണ്ടും എന്തല്ല, ജിനാസ് അല്ല, കാരണം ഉച്ചാരണത്തിൽ ഒരേപോലെ ഇല്ല. ഔഫി മുജറദിൽ അദദി, അല്ലെങ്കിൽ എണ്ണത്തിൽ മാത്രം തശാബുഹ്, എണ്ണം രണ്ടും ഒരേപോലെ. ലർബ്, ഇൽമ് എന്ന് പറയുമ്പോൾ രണ്ടും മൂന്ന് എണ്ണാണ് അതത്. അതും പുറത്തുപോയി, അപ്പോൾ അതും എന്താവൂല, ജിനാസ് ആവൂല. അതുപോലെ തന്നെ ഔഫി മുജറദിൽ വസ്നി, അല്ലെങ്കിൽ രണ്ടിൻ്റെ വസ്ന് നോക്കുമ്പോൾ ഒരേ വസ്ന. ലർബ്, ഖത്ൽ രണ്ടും ഫഅല് വസ്നാണ് അല്ലേ, ലർബും ഖത്ലും രണ്ടും ഫഅല് വസ്നാണ്. അപ്പോൾ അങ്ങനെ മുജറദുൽ വസ്നോ, വെറും വസ്നിൽ മാത്രം തശാബു ഉണ്ടാവുക, അല്ലെങ്കിൽ അതതിൽ മാത്രം തശാബു ഉണ്ടാവുക, അല്ലെങ്കിൽ മഅനയിൽ തശാബു ഉണ്ടാവുക, അതൊക്കെ ഇപ്പോൾ ജിനാസ് അല്ല, അതൊക്കെ ജിനാസ് എന്ന് പുറത്തുപോയി. കാരണം ജിനാസ് എന്ന് പറഞ്ഞാൽ തലഫുദൽ വരണം. والتام منه ومن الجناس أن يتفق في أنواع الحروف وفي أعدادها وفي إيهاتها وفي ترتيبها. التام منه, അപ്പോൾ ജിനാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് തലഫുദിൽ രണ്ട് ലഫ്ദുകൾ തമ്മിൽ എന്തുണ്ടാവുക, സാദൃശ്യമുണ്ടാവുക. ഉച്ചാരണത്തിൽ, സംസാരത്തിൽ ആ ലഫ്ദുകൾ ഒരേപോലെ വരണം, സാദൃശ്യം ഉണ്ടാവണം. അപ്പോൾ ഇനി ഇതിൽ പൂർണ്ണമായ ജിനാസുണ്ട്, താമല്ലാത്ത ജിനാസുണ്ട്. ജിനാസ് താമുണ്ട്, ജിനാസ് ഗൈർ താമുണ്ട്. അതിൽ താമിനെ കുറിച്ചാണ് ചർച്ച. ആ മത്തിന് മാത്രം നോക്കി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ശറകൾ നോക്കാം. വത്താമു മിൻഹു, ആ ജിനാസിൽ നിന്നും താമായത്, ജിനാസ് താമ് എന്ന് പറഞ്ഞത് അയത്തഫിഖ, ഈ രണ്ട് ലഫ്ദുകൾ യോജിക്കലാണ്. ഫി അൻവാഇൽ ഹുറൂഫി, ആ ലഫ്ദുകളിലുള്ള ഹർഫുകളുടെ നൗഉകൾ, അതിൻ്റെ നൗഇൻ്റെ വിഷയത്തിൽ യോജിച്ച് വരിക. അതിൻ്റെ ഇനം ഏതാ നോക്കിയിട്ട് ഇനത്തിൽ ഒരേപോലെ വരിക. അതേപോലെ തന്നെ വ അഅദാദിഹ, അതിൻ്റെ എണ്ണങ്ങളിൽ. ഇവിടെ 5 ഹർഫുകൾ 5 ആണെങ്കിൽ മറ്റേ വാക്കിലും 5 തന്നെ വരാൻ പാടുള്ളൂ. അതേപോലെ അപ്പുറത്ത് നൗ ഒരേ ഫീലാണെങ്കിൽ ഇവിടെയും ഫീൽ, ഇസ്മാണെങ്കിൽ ഇസ്മിലെ. അപ്പം അങ്ങനെ നൗഇൽ ഒത്തു വന്നു, അതുപോലെ അതതിൽ ഒത്തു വന്നു. വൈഹാത്തിഹ, അതിൻ്റെ രൂപത്തിലും ഷക്കിലും. അതായത് ഇവിടെ ഒന്നാമതിന് ലൊമ്മ്, അവിടെ ഒന്നാമതിന് ലൊമ്മ്, രണ്ടാമതിന് സുക്കൂൻ, അവിടെയും സുക്കൂനും, പിന്നെ ഫത്ത്, പിന്നെ ഫത്ത്. അപ്പം അങ്ങനെ അതാണ് ഹൈആത്ത്, അതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഷക്കിലിൽ ഒത്തുവരിക. വഫി തർത്തീബിഹ, അതേപോലെ അതിൻ്റെ തർത്തീബിലും. അതായത് ഒന്നാമത്തെ ബാ, അതും ബാ, ഹംസ, ഹംസ, ലാമ്, ലാം, അങ്ങനെ. അപ്പം അതിൻ്റെ ഈ 4 വിഷയത്തിൽ യോജിച്ചു വന്നാൽ, ഒന്ന് അതിൻ്റെ നൗഉൽ ഹുറൂഫ്, അതുപോലെ തന്നെ അഅദാദ്, അതുപോലെ തന്നെ ഹൈഹാത്ത്, തർത്തീബ്, ഈ 4 യോജിച്ചു വന്നാൽ അതാണ് ജിനാസ് താമ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഉദാഹരണങ്ങൾക്ക് ശേഷം പറയും. ഇനി
അതിൻ്റെ ഷറോടുകൂടി നോക്കി. അപ്പോൾ താമ മിന്നു എന്ന് പറഞ്ഞാൽ മിനൽ ജിനാസി, ജിനാസിൽപ്പെട്ട താമ് എന്ന് പറഞ്ഞാൽ അയ്യത്തഫിഖൽ ലഫ്ലാനി, ഈ രണ്ട് ലഫ്ലുകൾ ഒരേപോലെ ഉച്ചാരണത്തിലുള്ള ഈ ലഫ്സ് ഉണ്ടല്ലോ, ആ രണ്ട് ലഫ്ലുകൾ യോജിക്കലാണ്. ഫി അൻവാഇൽ ഹുറൂഫി, ഹർഫുകളുടെ നൗഇൽ യോജിച്ചു വരലാണ്. ഫകുല്ലു മിനൽ ഹുറൂഫി അത്തിസ്അത്തി വൽ ഇശ്രീന നൗഉൻ, ഫകുല്ലുൻ അപ്പോൾ ഓരോന്നും മിനൽ ഹുറൂഫി ഹർഫുകളിൽ നിന്നുള്ള തിസ്അത്തി വൽ ഇശ്രീന, തിസ്അത്ത് അതുപോലെ ഇശ്രീന, ഇത് രണ്ടും പറയുമ്പോൾ അതിൻ്റെ നൗഉകൾ ഇതിൽപ്പെട്ട ഓരോ ഹർഫുകളും കുല്ലും മിനൽ ഹുറൂഫി തിസ്അത്തി വൽ ഇശ്രീന, ഇശ്രീനയുടെയും തിസ്അത്തിൻ്റെയും ഹർഫുകളിൽ നിന്നുള്ള മുഴുവനും നൗഉൻ, അതൊക്കെ അതിന് തഞ്ച് നൗ ആണ്. അലിഫ് ഒരു നൗ ആണ്, ലാമൊരു നൗ ആണ്, ഒരു നൗ ആണ്, സീനൊരു നൗ ആണ്. അതിനങ്ങനെ ഓരോന്നും തനിച്ച് എന്താണ് നൗ ആണ്. വബിഹാദ അതുകൊണ്ട് യഖ്റുജ് പുറത്തുപോയി നഹു യഫ്രഹു യംറഹു എന്നുള്ള വാക്ക് എന്ത് ചെയ്തു, ഈ ജിനാസ് താമെന്ന് പുറത്തുപോയി. അത് ജിനാസ് താമല്ല. അതുപോലെ തന്നെ വഫി അദാദിഹ, ഈ ഹുറൂഫുകളുടെ ഹർഫുകളുടെ എണ്ണത്തിൽ യോജിക്കുക. വബിഹി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് യഖ്റുജ് പുറത്തുപോയി നഹു സാഖ് മസാഖ്, അസാഖ് മസാഖ് ഉണ്ടല്ലോ, അസാഖിൽ അതത് 2 4 5 ഉണ്ട്, മസാഖാകുമ്പോൾ ഒന്നുകൂടി 6 അപ്പോൾ അത് രണ്ടും പുറത്തുപോയി. അതുപോലെ തന്നെ വഫി ഹൈഹാത്തിഹ, ഈ അതതുകളുടെ രൂപത്തിൽ ഒന്നിച്ചു വരണം. വബിഹി ഷക്കിലിൽ യോജിക്കുക എന്നർത്ഥം. ഈ ഹൈആത്ത് ഷക്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി യഖ്റുജ് പുറത്തുപോയി നഹു ബർദ് ബറദ് ഉണ്ടോ, അൽ ബറദ് ഒന്ന് സുക്കൂനാണ് റായിന്, മറ്റേത് ഫത്തഹാണ്. അപ്പോൾ അവിടെ അതും ഷക്കിലൊന്നും നിശ്ചയില്ല, അത് പുറത്തുപോയി. കാരണം എന്താ, ഇന്ന ഹൈഅത്തൽ കലിമത്തി, കാരണം ഒരു കലിമത്തിൻ്റെ ഹൈഅത്ത് എന്ന് പറഞ്ഞത് അതിൻ്റെ കോലം, അതിൻ്റെ രൂപം എന്ന് പറഞ്ഞത് കൈഫിയത്തുൻ ഹാസിലത്തുല്ലഹ, അത് ആ കലിമത്തിന് കരസ്ഥമാകുന്ന ഒരു രൂപമാണ്. എന്തുകൊണ്ട്, ബിഅ്തിബാരിൽ ഹറക്കാത്തി വസ്സക്കനാത്ത്, അതിൻ്റെ ഹർക്കത്തുകൾ സുക്കൂനുകൾ, ഹർക്കത്ത് സുക്കൂൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് പരിഗണിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു രൂപമാണ് ഹൈഅത്ത് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഷക്കിൽ. ഫനഹു ലർബ്, അപ്പോൾ ലർബ് ഖത്ല് എന്നുള്ളത് അല്ല ഹൈഅത്തിൻ, രണ്ടും ഒരേ കോലത്തിലാണ്. ലർബ് ഖത്ല്, ഫത്ത് സുക്കൂന് പിന്നെ അവസാനത്തെ അക്ഷരം അല്ലേ. അപ്പോൾ അതിൻ്റെ രൂപം ഹൈഅത്ത് ഒരേ വാരിയാണെങ്കിലും മഖ്തിലാഫിൽ ഹുറൂഫി ഹർഫുകൾ മാറ്റമുണ്ട് അല്ലേ, എന്നാലും രണ്ടും ഒരേ ഹൈഅത്തിലാണ്. ബിഖിലാഫി ലർബിൻ വലർബിൻ, അതുപോലെ ലർബ് മബ്നിയൈനി, എങ്ങനത്തെ ലർബ് മബ്നിയൈനിൽ ഫാഇലി വൽ മഫ്ഊലി, ഫാഇല് മഫ്ഊൽ. അപ്പോൾ ബിഖിലാഫി ലറബ വലുരിബ, ലറബ ലുരിബ എന്നതിനെതിരായിക്കൊണ്ട് മബ്നിയൈനി, അങ്ങനത്തെ ലറബയും ലുരിബയുമാണ് മബ്നിയൈ എടുക്കപ്പെട്ടതായാലിൽ ഫാഇൽ, ഒന്ന് ലറബ മഅറൂഫ് വൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ മജ്ഹൂല് ലുരിബ. ഫൈനഹുമ അലാ ഹൈഅത്തൈനി, രണ്ടും രണ്ട് ഹൈഅത്തിലാണ്. മഅത്തിഹാദുൽ ഹുറൂഫി, ഹർഫുകളൊക്കെ ഒരേ ഹർഫനെ, ളാദ് റാ ബാ, പക്ഷേ രണ്ട് ഹൈഅത്തിലാണ്, രൂപത്തിലാണ്. ഒന്ന് ഫഅല, മറ്റു ഫുഇല, രണ്ടും ഹർക്കത്തുകൾ മാറ്റണമല്ലോ. അപ്പോൾ ഹർക്കത്തുകൾ പരിഗണിച്ചിട്ടാണ് ഹൈആത്ത് നോക്കുക എന്നർത്ഥം. അപ്പോൾ അതിലും യോജിച്ച് വരലാണ്. അതേപോലെ തന്നെ വഫി തർത്തീബിഹ, ആ ഹർഫുകളുടെ തർത്തീബുകൾ, ഘടന, അത് ആദ്യത്തെ അക്ഷരേത് പിന്നത്തെ അക്ഷരേത് അങ്ങനെ നോക്കിയിട്ട്. ഐ തഖദീം വഅദൽ ഹുറൂഫി അലാ ബഅദിൻ, ചില അക്ഷരത്തിനേക്കാൾ മറ്റേ അക്ഷരം പിന്തി വരിക, തഖീരി എന്നതിനോട് പിന്തി വരിക, അങ്ങനെ നോക്കിയിട്ട്. വബിഹി, ഈ തർത്തീബിലും യോജിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി യഖ്റുജ് പുറത്തുപോയി. അൽ ഫതഹു വൽ ഹത്ഫ് ഉണ്ടോ, ഫതഹ് ഹത്ഫ് രണ്ടിലും ഒരേ ആണ് ആണല്ലേ, രണ്ടും ഇസ്മ. ഇനി രണ്ടിലും എണ്ണം കണക്കാ, രണ്ടിലും ഹൈഅത്തും ഒരേപോലെ തന്നെ. ഒന്നാമത്തേന് അല്ലുണ്ട്, പിന്നെ ഹത്ഫ് ഫത്തഹ്, രണ്ടും ആദ്യം ഒന്നാമത്തെ അക്ഷരത്തിന് ഫത്തഹ് ഉണ്ട്, പിന്നെ സുക്കൂന്, അങ്ങനെ റെഡിയാണ്. പക്ഷേ തർത്തീബ് ഒന്നുമില്ല. ഇവിടെ ഫത്ത് ഫസ്റ്റും അവിടെ ഫത്ത് ലാസ്റ്റുമാണ്. അതിൻ്റെ സ്ഥലത്ത് തന്നെ ഹാവും അതേപോലെ ലാസ്റ്റും ഫസ്റ്റ് മാറി കണ്ടില്ല, തർത്തീബിലും ഒന്നിച്ചൊന്നില്ല. അപ്പം ഇങ്ങനെ തർത്തീബിലും ഹൈഅത്തിലും അതുപോലെ തന്നെ അതതിലും നൗഇലും യോജിച്ചു വന്നാൽ അതിന് എന്ത് പറയും, ജിനാസ് താമ് എന്ന് പറയും. ഇനി നോക്കിയും ഫഇൻ കാന അയൽ ലഫ്ലാനിൽ മുത്തഫിഖാനി ഫി ജമീഇ ദാലിക, ഇനി ഇങ്ങനെ ഈ പറഞ്ഞ 4 യോജിച്ചു വന്ന ലഫ്ല് അതാണെങ്കിൽ മിൻ നൗഇൻ വാഹിദിൻ, ഒരേ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ മിൻ അൻവാഇൽ കലിമത്തി, അതെവിടെ കലിമത്തിൻ്റെ ഇനങ്ങളിൽ കേട്ടോ. നേരത്തെ പറഞ്ഞ നൗഉൽ ഹുറൂഫല്ല, നൗഉൽ ഹുറൂഫ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ അലിഫാണെങ്കിൽ അലിഫ് ലാം, അതാണ് ഇപ്പോൾ നൗ പറഞ്ഞത്. ഇവിടെ കലിമത്തിന് 3 ഉണ്ടല്ലോ, ഇസ്മു ഫീൽ ഹർഫ്, അതാണ് ഇവിടെ പറഞ്ഞ നൗ കേട്ടോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ 4 യോജിച്ചു വന്ന സാധനം അത് ഇനി ഒരേ കലിമത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ട നൗഇൽ ഒരേ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ, അതുപോലെ കസ്മൈനി, രണ്ടും ഇസ്മായി വന്നു. ഔ ഫിഇലൈനി, അല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്തു ഫിഇലായി വന്നു. ഔ ഹർഫൈനി, അല്ലെങ്കിൽ രണ്ടും ഹർഫായി വന്നാൽ സുമ്മിയ മുമാസില. അപ്പോൾ താമായ ജിനാസിന് തന്നെ വേറൊരു പേര്, അതായത് ഈ രണ്ടും
കലിമത്തുകളുടെ നോയിലും ഒരുപോലെ വന്നാൽ അതിന് ജിനാസ് മുമാസിലൻ എന്ന് പേര് പറയപ്പെടും. ഇത് ജരിയൻ നടത്തിയതിന് വേണ്ടിയല്ല, ഇസ്തിലാഹിൽ മുത്തക്കല്ലിമീന, അത് മുത്തക്കല്ലിമീങ്ങളുടെ ഇസ്തിലാഹം എടുത്തിട്ടാണ്. കാന്താത് മിന്ന തമാസുല, ഒരു പറഞ്ഞത് തമാസുൽ എന്ന് പറഞ്ഞാൽ വൽ ഇത്തിഹാദ് ഫിൻ നൗഇ, കലിമത്തുകളുടെ നോയിൽ യോജിച്ചു വരുന്നതിനാണ് തമാസുൽ എന്ന് പറയുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നോ അൻവാറൂഫും ഈ നോ മാറ്റുന്നു കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും ഇങ്ങനെ നൗഅത്ത് വന്നാൽ അതിന് മുമാസിൽ എന്ന് പറയും. ഉദാഹരണം നോക്കി, ഖുർആനിൽ പറഞ്ഞല്ലോ യൗമ തഖൂമു സാഅത്തു അയൽ ഖിയാമത്തു എന്നർത്ഥം. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ യുഖ്സിമുൽ മുജ്രിമൂന, ദോഷികളായ ആളുകൾ സത്യം ചെയ്ത് പറയും, മാ ലബിസു, അവർ ഈ ഭൂമിയിൽ താമസിച്ചിട്ടില്ല, ഗൈറ സാഅ, ചില സെക്കൻഡുകളല്ലാതെ. കണ്ടോ, മീൻ സാഅത്തിൽ അയ്യാമി, ദിവസത്തിലെ സമയങ്ങളിൽപ്പെട്ട ഒരു സമയം സാഅത്ത്. കണ്ടോ, രണ്ടും നോക്കും, ഇവിടെയും സാഅത്ത് ഇവിടെയും സാഅത്ത്, രണ്ടും ഇസ്മുകളായിട്ടാണ് വന്നത്. കണ്ടില്ലേ, രണ്ടും ഇസ്മായിട്ട് വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പൂർണ്ണമായ യോജിപ്പുണ്ട് ജിനാസ് താമിൽ പെട്ടതിന്. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് എന്ത് പറയും? മുമാസിൽ എന്നാണ് പേര്. താമിൽ തന്നെ ഒരേ കലിമത്തിൻ്റെ നോയിലും ഒരേപോലെ വന്നാൽ അതിനെന്ത് പറയും? ജിനാസ് താം എന്ന് പറയും. ഇനി വഇൻകാന മിൻ നൗഐനി, ഇനി അല്ല, ഈ കലിമത്തിൻ്റെ ഇനത്തിൽ ഇത് രണ്ട് മാറ്റമുണ്ട്. ബാക്കി 4 നൗഉം തർത്തീബും ആത്തും അതൊക്കെ ഒന്നിച്ചു വന്നു. പക്ഷേ ഈ കലിമത്തിൻ്റെ നോ നോക്കുമ്പോൾ രണ്ട് നോ ആണ്, ഒന്ന് ഇസ്മൊന്ന് ഫീൽ, അങ്ങനെയൊക്കെ വന്നാൽ വൈൻകാന, ഈ 2 ലഫ്ലുകൾ ഈ പറഞ്ഞ രീതിയിൽ യോജിച്ചു വന്ന താമായ ജിനാസിൽപ്പെട്ട ഈ 2 ലഫ്ലുകൾ മിൻ നൗഇനി, 2 നൗയിൽപ്പെട്ടാണെങ്കിൽ, അതായത് ഇസ്മു മഫീലിൻ അല്ലെങ്കിൽ ഇസ്മൊന്ന് ഫീലായി, ഓ ഇസ്മിൻ അർഫിൻ അല്ലെങ്കിൽ ഇസ്മു അർഫായി, ഓ ഫീലിൻ അർഫ് അല്ലെങ്കിൽ ഫീൽ അർഫായി, അങ്ങനെ വന്നാൽ സുമ്മിയൽ മുസ്തഫ, അതിനെന്ത് പറയും? മുസ്തഫ എന്നാ പേര്. അപ്പോൾ നൗഉൽ കലിമത്തിലും യോജിച്ചു വരുമ്പോൾ എന്തായി? മുമാസിൽ എന്ന് പേര്. നൗഉൽ കലിമത്ത് രണ്ടാണെങ്കിൽ മുസ്തഫി എന്ന് പേര്. കൗലിഹി, ഒരു കൈപാടി, മമാത മിൻ കറമിസ് സമാനി ഫഇന്നഹു യഹ്യ ലദൽ യഹ്യ ബിനി അബ്ദില്ലാഹി. മമാത, മരിച്ചു പോയിട്ടില്ല, മിൻ കറമിസ് സമാൻ, കാലഘട്ടത്തിൻ്റെ ഔദാര്യം, അത് മരിച്ചു പോയിട്ടില്ല. ഫഇന്നഹു, അത് യഹ്യ ജീവിച്ചിരിക്കുന്നു. ലദാ യഹ്യ ബിൻ അബ്ദില്ല, യഹ്യ ബിൻ അബ്ദുല്ലാഹിൻ്റെ അടുക്കൽ അത് ജീവിച്ചിരിപ്പുണ്ട്. അവിടെ നോക്കി നിങ്ങൾ, യഹ്യ ഒന്ന് ഇസ്മും ഒന്ന് ഫീൽ. നേരത്തെ പറഞ്ഞ ജിനാസൊക്കെ ഒത്തുക്കണ്, കാരണം നൗ ഒത്തുക്കണ്. നൗ പറഞ്ഞാൽ യാ ആണ്, ഹ ആണ്, യാ ആണ്, അലിഫാണ്, അത് വന്നു. ഓക്കെ, അർഫുകളൊക്കെ ഇതേ അർഫുകൾ തന്നെ അപ്പുറത്തുള്ളത്. അപ്പോൾ നൗ ഒത്തു. അത് നോക്കുമ്പോൾ 5 എണ്ണമാണ്, 5 എണ്ണം ഒത്തു. അതിന് അയ്യത്ത് നോക്കുമ്പോൾ തന്നെ ഒന്നാമതിന് ഫത്ത്, പിന്നെ സുക്കൂന്, പിന്നെ ഫത്തഹ് അല്ലേ, പിന്നെ സുക്കൂന്. ഇനി അതിന് തർത്തീബ് ആദ്യം യാ എന്നെ, പിന്നെ ഹ എന്നെ, പിന്നെ യാ എന്നെ, പിന്നെ അലിഫ്, അങ്ങനെ. ഓക്കെ, അത് റെഡിയാണ്, കണ്ടില്ലേ. പക്ഷേ കലിമത്തുകളെ നോക്കുമ്പോഴോ ഒന്ന് ഇസ്മും ഒന്ന് ഫെയിലുമാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസം വന്നാൽ അതിന് മുസ്തഫി എന്ന പേര്. ലിയന്നോ കരീമുൻ, അദ്ദേഹം കരീമാണ്. യഹ്യ ഇസ്മുൽ കരീം, ഈ ആ കരീമിൻ്റെ പേരാണ് ഇപ്പോൾ മറ്റേ യഹ്യ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ജിനാസിനെ. അപ്പോൾ വേറെ ഈ താമായ ജിനാസിനെ 2 നർത്ഥം അല്ലേ. നമ്മൾ ജിനാസ് താമിനെ കുറിച്ച് ചർച്ച ചെയ്തത്. ഈ 4 യോജിച്ചു വന്നാൽ അത് താമായി എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഈ താമന്നെ ഇനി കലിമത്തുൽ നോയിലും ഒരേ നോയിൽപ്പെട്ടതാണെങ്കിൽ രണ്ട് ഇസ്മായ, 2 ഫീലായി, അങ്ങനെ വന്നാൽ അപ്പം എന്തായി? അത് ജിനാസ് മുമാസിലും കൂടിയായി. താമായ മുമാസിൽ. ഇനിയില്ല, 2 നോ ആണെങ്കിൽ അതിന് മുസ്തഫി. വൈലൻ, വീണ്ടും ഉണ്ട് ജിനാസി താമി. ഇപ്പോൾ നേരത്തെ 2 ഞാൻ പറഞ്ഞു. ഇനി താമായ ജിനാസിന് തന്നെ ഉണ്ട് തക്സീമുൻ ആഹറു, മറ്റൊരു തക്സീമുണ്ട്. ഒഹ്വ, അതെന്താ? അന്നവും നിശ്ചയമായും കാര്യം, ഇൻകാന അഹദുൽ ലഫ്ലൈഹി മുറക്കബ, ഈ ജിനാസു താമ്, ആ താമിൽ 2 ലഫ്ല് ഒരേപോലെ മൊഴിയോലോ ഒരുപോലെ വായിക്കുമല്ലോ. ആ 2 ലഫ്ലുകളിൽ ഒന്ന് മുറക്കബൻ, 2 ചേർന്നുണ്ടായ മുറക്കബായ വാക്കാണ്. വൽ ആഖിറു മുഫ്രദൻ, മറ്റൊന്ന് മുഫ്രദ. ഇപ്പം നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, ഒക്കെ ഒരേ വാക്കല്ലേ. ഇനി പറയാൻ പോകുന്നത് അങ്ങനെയല്ല, ഒന്ന് ഒറ്റ ലഫ്ലും, ഒന്ന് മുഫ്രദായ ലഫ്ലും, ഒന്ന് മുറക്കബും. അങ്ങനെ വരുന്നാൽ സുമ്മ ജിനാസു തർക്കീബി, അതിൻ്റെ പേര് ജിനാസു തർക്കീബ് എന്നാ പേര്. ഇപ്പോൾ ശ്രദ്ധിച്ചോളിയും, ഒരുപാട് ഇനങ്ങളാകുന്നുണ്ട്. ജിനാസു തർക്കീബ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ്? ജിനാസു താമിലെ 2 ലഫ്ലുകളിൽ ഒന്ന് മുറക്കവും ഒന്ന് മുഫ്രദുമായി വരുന്നതിനാണ് ജിനാസു തർക്കീബ് എന്ന് പറയുക. വഹീനൈദിൻ, അപ്പം അന്നേരം നോക്കണം. ഫൈൻ ഇത്തഫഖ അൽ ലഫ്ലാനിൽ മുഫ്രദി വൽ മുറക്കബി, ഈ മുഫ്രദും ഈ മുറക്കുമായി 2 ലഫ്ലുകൾ അത് 2 യോജിച്ചാൽ ഫിൽ ഖത്തി, എഴുത്തിൽ അത് യോജിച്ചു വന്നാൽ, അതിൻ്റെ എഴുത്ത് 2 നോക്കുമ്പോൾ ഒരേ മാതിരിയാണെങ്കിൽ, ഖുസ്സാദൻ നൗ മിൻ ജിനാസ് തർക്കീബി, ജിനാസ് തർക്കീബിലെ ഈ ഇനത്തിന് പ്രത്യേകമാക്കപ്പെടും ബിസ്മിൽ മുത്തശാബിഹി എന്ന പേര്. കണ്ടോ? അപ്പോൾ ജിനാസ് തർക്കീബ് എന്ന് പേര് പറയും ഒരു ലഫ്ദ് മുറക്കബും ഒരു ലഫ്ദ് മുഫ്രദുമാണെങ്കിൽ. അതിൽ തന്നെ ജിനാസ് തർക്കീബിൽ തന്നെ ഈ 2 ലഫ്ദുകളും മുറക്കബും മുഫ്രദുമായ ലഫ്ദുകൾ ഹത്തിൽ, അതിൻ്റെ എഴുത്തിൽ ഒരേപോലെ വന്നാൽ
അതിന് എന്ത് പറയും? മുത്തശാബിഹ് എന്നാണ് പേര്. കാരണം ഇത്തിഫാഖിൽ ലഫ്ദൈനി ഫിൽ കിതാബത്തി, എഴുത്തിൽ ഈ രണ്ട് വാക്കുകൾ ഇപ്പം എന്തായി? ഒരേപോലെ വന്നതുകൊണ്ട് അതിനങ്ങനെ പേര്. കൗലിഹി, അതിന് ഉദാഹരണം നോക്കി ഒരു കവി പാടിയതുപോലെ, ഇദാ മലക്കലം തകുൻ ദാഹിബ ഫദഉ ദൗലത്തുഹു ദാഹിബ. ഇദാ മലക്ക, അവൻ ഉടമപ്പെടുത്തിയാൽ, ലം യകുൻ, ഒരിക്കലും അതായിട്ടില്ല, ദാഹിബത്തിൻ, അതൊരിക്കലും ഒരു സമ്മാനമുടയവനായിട്ടില്ല. അപ്പോൾ അവനെ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിലും അവനൊരിക്കലും സമ്മാനമുടയവൻ ആയിട്ടില്ല. ദാഹിബത്ത് എന്ന് പറഞ്ഞാൽ സ്വായിബ ഹിബത്തിനർത്ഥം, വായിത്ത അതായിൻ, സമ്മാനം ഹിബത്ത് ഉടയവൻ അർത്ഥത്തിനാണ് അവിടെ. ഫദഉ, അതുകൊണ്ട് നീ അവനെ ഒഴിവാക്കിക്കോ. ഫദൗലത്തു, അവൻ്റെ ഈ ഭരണകൂടം, ദാഹിബത്തുൻ, അത് പോയി പോകുന്നതാണ്. വയർ ബാക്കി, അത് അവശേഷിക്കൂല, അത് പോയി പോകും. ഇവിടെ നോക്കി, ദാഹിബത്തിൻ, ഇവിടെ ദാഹിബത്തിൻ. ഒന്ന് ദാഹിബത്ത്, ദാ എന്ന അക്ഷരത്തിനെ ഹിബത്തിലേക്ക് എന്ത് ചെയ്തു? ഇലാഫത്ത് ചെയ്തു. മറ്റൊരു ദാഹിബത്തുൻ, ദഹബാദിൻ്റെ ഇസ്മ ഫായില. എഴുത്തിൽ എഴുത്തിൽ രണ്ടും എന്ത് ചെയ്തു? ഒരുപോലെ. ഒന്ന് മുഫ്രദും ഒന്ന് മുറക്കബാണ്. രണ്ടാമത്തെ ദാഹിബ, അത് മുഫ്രദ്. ദൂഹിബത്ത് എന്ന് പറഞ്ഞത് ദൂനഹിബത്തിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ മുറക്കബായി. കണ്ടില്ലേ? ഇനി ഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? വൈല മുത്തഫിഖിൽ ലഫ്ലാനിൽ മുഫ്രദി വൽ മുറക്കബി ഫിൽ ഖത്തി. ഈ മുഫ്രദും മുറക്കബുമായിരിക്കുന്ന ഈ രണ്ട് ലഫ്ലുകൾ എഴുത്തിൽ യോജിക്കുന്നില്ലെങ്കിൽ, ഒരുപോലെയല്ലെങ്കിൽ, ഹുസാദനോ മിൻ ജിനാസു തർക്കീബി, ആ ഇനത്തിനാണ് എന്ത് പറയുന്നത്? ജിനാസു തർക്കീബിൻ്റെ ഈ ഇനത്തിന് പേര് പ്രത്യേകമാക്കപ്പെടും. ബിസ്മിൽ മഫ്റൂഖ്, മഫ്റൂഖ് എന്ന പേര്. മുത്തശാബിഹ് മഫ്റൂഖ്. കാരണം ലിഫ്തിറാഖി, രണ്ട് വേർ പിരിഞ്ഞതിന് വേണ്ടി ലഫ്ലൈനി, ഈ രണ്ട് ലഫ്ലുകളും ഫി സൂറത്തുൽ കിതാബത്തി, കിതാബത്തിൻ്റെ വിഷയത്തിൽ ഒരേപോലെ അല്ല എഴുതണതെന്നർത്ഥം. വായിക്കുമ്പോൾ നുത്തുക്കിൽ, മൊഴിയുമ്പോൾ ഒരേപോലെ വരില്ലേ, പക്ഷേ എഴുത്തിൽ മാറ്റേണ്ടത് എന്നർത്ഥം. കൗലിഹി, ഒരു കവിപാടി, കുല്ലുക്കും കത് അഹദൽ ജാമ വലാ ജാമലന മല്ലദീ ലറ മുദീറുൽ ജാമി ലൗ ജാമലന. കണ്ടോ? കുല്ലുക്കും, നിങ്ങളിൽ ഓരോരുത്തരും കഥ അഹദൽ ജാമ, നിങ്ങൾ കള്ളിൻ്റെ കോപ്പയെ പിടിച്ചു, വലാ ജാമലന, ഞങ്ങൾക്ക് കള്ളിൻ്റെ കോപ്പല്ല. മല്ലതി, എന്ത് ലറ ബുദ്ധിമുട്ടാണ്, മുദീറുൽ ജാമി, ഇതൊക്കെ സെർവ് ചെയ്യുന്ന ആൾക്ക്, ഈ കോപ്പകൾ സെർവ് ചെയ്യുന്ന ആൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊരു കപ്പ് തന്നാൽ. ലൗ ജാമലന, അവൻ ഞങ്ങളെ ഭംഗിയാക്കുകയാണെങ്കിൽ. ഒന്നാമതെടുത്ത് ജാമലന, ഞങ്ങൾക്കൊരു കപ്പുമില്ല. ഇവിടെ ലൗ ജാമലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളവൻ ഭംഗിയാക്കുകയാണ്, കപ്പ് തന്നുകൊണ്ട് ഞങ്ങൾക്ക് അവൻ ഭംഗിയാക്കുകയാണെങ്കിൽ എന്നർത്ഥം. ആമലന ബിൽ ജമീലിന, ജമീൽ കൊണ്ട് ഞങ്ങളവൻ ഭംഗിയാക്കിയാൽ. ഇവിടെ നോക്കി, ഒന്ന് ജാമലന, അവിടെ ജാമ വേറെ ലന വേറെ അല്ലേ, രണ്ട് വാക്കായിട്ട് എഴുതി. ഇവിടെ ഫെയില് കൂട്ടിയിട്ട് അവിടെ ഇപ്പോൾ അല്ലേ, ഇവിടെ വന്നിട്ട് ഫെയിലും മഫൂലും ഫായിലും മഫൂലും കൂട്ടിയിട്ടാണ് ജാമലന എന്ന്. രണ്ട് എഴുത്തിൽ മാറ്റമുണ്ട്. ജാം കണ്ട് ലന വേറെയാണ്. ഇത് പറയുമ്പോൾ രണ്ടും ജാമലന എന്ന് തന്നെ പറയണേ അല്ലേ, പക്ഷേ എഴുത്തിൽ മാറ്റം വന്നു. അപ്പോൾ ഇതിന് മഫ്റൂഖ് എന്ന് പറയും. മറ്റോടത്ത് എഴുത്തിൽ ഒരേപോലെ എഴുതുന്നത്, അർത്ഥമൊക്കെ മാറ്റമുണ്ട്. വഹാദ, ഇപ്പം പറഞ്ഞത് ഏത്? ഇദാലം യക്കുനിൽ ലഫ്ദുൽ മുറക്കബും മിൻ കലിമത്തിൻ വബഅദു കലിമത്തിൻ. ഇതിപ്പോൾ എങ്ങനെ, എന്താണ് ഇങ്ങനെ മഫ്റൂഖ് മുത്തശാബി എന്നൊക്കെ ഈ മുറക്കബിനും മുഫ്രദിനും പറഞ്ഞത് എപ്പോഴാണ്? ഇദാലം യക്കുനിൽ ലഫ്ദുൽ മുറക്കബു, ഈ മുറക്കമായ ലഫ്ദ് ഉണ്ടല്ലോ, അതായിട്ടില്ലെങ്കിലാണ് മുറക്കബൻ മിൻ കലിമത്തിൻ വബഅദു കലിമത്തിൻ, ഒരു കലിമത്തും മറ്റൊരു കലിമത്തിൻ്റെ ബാദും. ഇതിപ്പോൾ ഒക്കെ രണ്ട് മുറക്കബാണെങ്കിൽ തന്നെ ആ മുറക്കബ് രണ്ട് ലഫ്ദ് കൂടിയിട്ടാണ്. ഞാൻ ഇനി വേറെ ഒന്നും അങ്ങോട്ട് ചിന്തിക്കാമല്ല. ഇനി പറയാൻ പോണത് അങ്ങനെയല്ല. ചില മുറക്കബ് എങ്ങനെ ഉണ്ടാവും? ഒരു ലഫ്ദും ഉണ്ടാവും, മറ്റേ ലഫ്ദിൻ്റെ കുറച്ചും ഉണ്ടാവും. അങ്ങനെ ചിലപ്പം മുറക്കബ് വരും. അത് അങ്ങനെ ആയിട്ടില്ലെങ്കിലാണ് ഈ മുത്തശാബി എന്നല്ലെങ്കിൽ മഫ്റൂഖ് എന്നൊക്കെ പേര്. ഇല്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തും വേറൊരു കലിമത്തിൻ്റെ കുറച്ചും ചേർന്നിട്ടാണ് ഇവിടെ മുറക്കബി എങ്കിൽ അതിന് ബിസ്മിൽ മർഫ് എന്നാണ് എന്ത് ചെയ്തത് അതിൻ്റെ പേര്. ആ മുറക്കബിൻ്റെ പേര്, അതായത് ഒരു കലിമത്തും മറ്റൊരു കലിമത്തിൻ്റെ ബാളും ചേർന്നിട്ടുള്ള ആ മുറക്കബിൻ്റെ പേരിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മർഫു എന്നാണ് എന്തായത് അതിന് പേരിട്ടത്. കൗലിക്ക, നീ പറയുന്നത് പോലെ ഹാദ മുസാബുൻ അം തോമുസാബുൻ. ഉണ്ടോ? ഹാദ മുസാബുൻ ഔ തോമുസാബുൻ, രണ്ടും മുസാബ് മറ്റൊരു തോമുസാബ്. കണ്ടില്ലേ? ഹാദ മുസാബുൻ, ഇത് നല്ല പഞ്ചസാരയുടെ എന്താണ് മരമാണോ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പാണോ? അല്ലെങ്കിൽ തോമുസാബിൻ, കയ്പിൻ്റെ രുചിയാണോ, ഏതാണെന്ന് അറിയണില്ലാന്ന്. അവിടെയൊക്കെ ഒന്ന് ആദ മുസാബുൻ, മറ്റേ തോമുസാബുൻ. ഇപ്പോൾ തോമുൻ്റെ മീമും മറ്റേ സാബുൻ എന്ന് കൂടിയാണ് മസാബ് അവിടെ വരുന്നത്. മുസാബ് ഇവിടുത്തെ സാദാ മുസാബ് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെന്താ പേര്? മർഫു എന്നാണ് ഈ ഇനത്തിൻ്റെ പേര് എന്നർത്ഥം. അപ്പം ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇന്നത്തെ ജിനാസിൻ്റെ വിഷയം, ഒന്ന് ജിനാസ് എന്നാൽ എന്ത്,
താമായ ജിനാസ് എപ്പോഴാണ് ഉണ്ടാകുക? ഈ താമന്നെ എന്തുണ്ട്, രണ്ട് ഇനി നമ്മൾ പറഞ്ഞു. അതായത് എന്താ, മുമാസിൽ മുസ്തോഫിലെ. അപ്പോൾ അത് എന്താണ് അതിന് ഉദാഹരണം. അതേപോലെ മുത്തശാബിഹ്, മഫ്റൂഖ്, മർഫൂ, ഈ മുറക്കബായിട്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ വിഷയങ്ങൾ അതൊക്കെ കൃത്യമായി ഹെഡിങ് ഇട്ട് ഓരോന്നും എഴുതിയിട്ട് എന്താണെന്ന് എഴുതി എന്ത് ചെയ്യണം, അറിയിക്കണം ഉദാഹരണ സഹിതം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും കൃത്യമായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.